കുഞ്ചാക്കോ ബോബനെ ഓർക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഒരു ചുവന്ന നിറത്തിലുള്ള സ്പ്ലെൻഡർ ബൈക്ക് അല്ലേ? എനിക്കും ഉണ്ടായിരുന്നൊരു സ്പ്ലെൻഡർ ബൈക്ക്, കറുത്ത നിറമായിരുന്നു എന്ന് മാത്രം. ഈ രണ്ട് സ്പ്ലെൻഡർ ബൈക്കുകൾക്കും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ബന്ധം മറ്റൊന്നുമല്ല, രണ്ടും ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ ബൈക്കുകളായിരുന്നു. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നി? ഇതെന്താ സ്പ്ലെൻഡർ ഹീറോ ഹോണ്ടയുടെ ആണെന്ന് ആർക്കും അറിയില്ലേ എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിച്ചത് അല്ലേ? എന്നാൽ ഇപ്പോൾ സ്പ്ലെൻഡർ എന്ന് പറയുന്നത് ഹീറോ ഹോണ്ടയുടേതല്ല, വെറും ഹീറോയുടെയാണ് സ്പ്ലെൻഡർ. ഇപ്പോഴത്തെ സ്പ്ലെൻഡർ ബൈക്കുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഹീറോ സ്പ്ലെൻഡർ എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ശരിക്കും ആദ്യം ഈ സ്പ്ലെൻഡറൊക്കെ ഇറങ്ങുമ്പോൾ അതെല്ലാം ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ആയിരുന്നു. 2010 ഈ ഹീറോ ഹോണ്ട തമ്മിൽ തല്ലി പിരിഞ്ഞ് രണ്ടായതിനു ശേഷമാണ് ഹീറോയും ഹോണ്ടയും പ്രത്യേകം വാഹനങ്ങൾ ഇന്ത്യയിൽ ഇറക്കാൻ തുടങ്ങിയത്. അന്ന് പിന്നെ പ്രണയിച്ച് പിരിഞ്ഞാലുടൻ കൊന്നു തീർക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് രണ്ടുപേരിൽ ഒരാൾ ചത്തില്ല എന്ന് മാത്രം. ഇപ്പോൾ രണ്ടുപേരും അവരവരുടേതായ രീതിയിൽ ഇന്ത്യയിലെ വിപുലമായിട്ട് മോട്ടോർ സൈക്കിളുകൾ വിൽക്കുന്നുമുണ്ട്. 1984 ഹീറോ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയും ഹോണ്ട മോട്ടോഴ്സ് എന്ന് പറയുന്ന ജപ്പാൻ കമ്പനിയും തമ്മിൽ ജോയിന്റ് വെഞ്ചർ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഇന്ത്യയിൽ ഹീറോ ഹോണ്ട എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാകുന്നത്. അത് പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാർ ഭർത്താവിൻ്റെ പേര് അവരുടെ പേരിനോടൊപ്പം ചേർത്ത് വെക്കാറുണ്ട്. ഇങ്ങനെ ചേർത്ത് വെക്കാത്തവരുമുണ്ട്. എന്തായാലും ഹീറോ ഹോണ്ടയുടെ പേര് കൂടെ ചേർത്ത് ഹീറോ ഹോണ്ട എന്ന് പറയുന്ന ഒരൊറ്റ ബ്രാൻഡായിട്ട് മാറി. അന്ന് വരെ ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയെ നിയന്ത്രിച്ചിരുന്നത് ബജാജിൻ്റെ ചേതക് എന്ന് പറയുന്ന സ്കൂട്ടറും വെസ്പ എന്ന് പറയുന്ന മറ്റൊരു ബ്രാൻഡിലുള്ള സ്കൂട്ടറും പിന്നെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ബൈക്കുകളും ജാവയും SD-യും തുടങ്ങിയ ബൈക്കുകളും ഒക്കെ ആയിരുന്നു. അവർക്കിടയിലേക്കാണ് ഈ 1984 ഹീറോ ഹോണ്ട എന്ന് പറയുന്ന കമ്പനി അവതരിച്ചത്. അന്ന് വരെ ഇന്ത്യക്കാർ കാണാത്ത രൂപത്തിലും ഭാവത്തിലുമുള്ള മോട്ടോർ സൈക്കിളുകൾ ഇറക്കി ഇന്ത്യക്കാരുടെ മനം കവർന്ന് അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന വിപണന നിർമ്മാണ കമ്പനിയായിട്ട് മാറി. വളർന്നിങ്ങനെ പടർന്ന് പന്തലിച്ച് കഴിഞ്ഞപ്പോൾ ഹീറോ ഹോണ്ട എന്ന് പറയുന്ന കമ്പനിക്ക് അവരുടെ ആഗ്രഹങ്ങളും വളർന്നു വലുതായി. അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ വിൽക്കുന്നത് പോലെ മോട്ടോർ സൈക്കിളുകൾ വിദേശ രാജ്യങ്ങളിൽ വിൽക്കുവാനുള്ള ശ്രമം നടത്തുകയും വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഹീറോ ഹോണ്ട മോട്ടോർ ബൈക്കുകളെ കയറ്റി അയക്കുകയും ചെയ്തു. ഈ ഹീറോയും ഹോണ്ടയും തമ്മിൽ ജോയിന്റ് വെഞ്ചർ ഉണ്ടാക്കുമ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യയിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ വിൽക്കുവാനാണ് ഹീറോ ഹോണ്ട ബൈക്കുകൾ ഉണ്ടാക്കുന്നത് എന്നാണ്. എന്നാൽ ഈ ഹീറോ ഹോണ്ട വിദേശ വിപണിയിലേക്ക് മോട്ടോർ ബൈക്കുകൾ കയറ്റി അയച്ചതോടുകൂടി ഹോണ്ടയും ഹീറോ ഹോണ്ടയും തമ്മിൽ മത്സരമായി. ഈ മത്സരത്തിൻ്റെ ഫലമായിട്ട് ഹോണ്ട ഇന്ത്യയിൽ സ്വന്തമായിട്ട് ബൈക്കുകൾ ഇറക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോവുകയും ഹോണ്ടയുടെ ഒരു സബ്സിഡിയറി കമ്പനി ഇന്ത്യയിൽ മോട്ടോർ ബൈക്കുകൾ വിൽക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ ബൈക്കുകൾക്കൊക്കെ തന്നെ ഹീറോ ഹോണ്ടയുടെ ബൈക്കുകളുടെ രൂപഭാവങ്ങളും വിലയുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതോടുകൂടി ഹീറോ ഹോണ്ട എന്ന കമ്പനി ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് കടന്ന് ചിന്തിച്ച് സ്വന്തമായിട്ട് R&D, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തുവാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് അവരുടെ ഇന്ത്യൻ കമ്പനിയായ ഹീറോയ്ക്കും ജപ്പാനീസ് കമ്പനിയായ ഹോണ്ടയ്ക്കും കത്തെഴുതി R&D സ്വന്തമായി നടത്തുവാനുള്ള അനുവാദം ചോദിച്ചു. എന്നാൽ ഹോണ്ട കയ്യോടുകൂടി ഈ അനുവാദം നിഷേധിക്കുകയും സ്വന്തമായി അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട, ഈ ജോയിന്റ് വെഞ്ചറിന് ഈ ഹീറോയും ഹോണ്ടയും തരുന്ന ആശയങ്ങൾക്കും പുതിയ റിസർച്ച് ഡെവലപ്മെൻറ്റ് ഐഡിയകൾക്കും അനുസരിച്ചും മാത്രം പ്രവർത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അതോടുകൂടി ഈ രണ്ട് കമ്പനികളും വേർപിരിഞ്ഞു. ഒരാൾ ഹീറോയും ഒരാൾ ഹോണ്ടയുമായിട്ട് വേർപിരിഞ്ഞ് രണ്ടുപേരും സ്വന്തമായി ഇന്ത്യയിൽ ബൈക്ക് നിർമ്മിക്കുവാനും അവരവരുടെ ബ്രാൻഡുകളിൽ തന്നെ വിറ്റഴിക്കുവാനും തുടങ്ങി. എന്തായാലും വേർപിരിഞ്ഞതുകൊണ്ടും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഹീറോയ്ക്ക് അവരുടേതായ ഒരു വലിയ മാർക്കറ്റ് ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. ഹോണ്ടയ്ക്കും അതുപോലെ തന്നെ വളരെ വലിയ ഒരു മാർക്കറ്റ് ഇന്ത്യയിലുണ്ട്.
ഈ തമ്മിൽ തല്ലി പിരിയുമ്പോൾ വിഷം കൊടുത്ത് കൊല്ലാനും വെട്ടിക്കൊല്ലാനും ഒക്കെ നടക്കുന്നവർ ഹീറോയുടെയും ഹോണ്ടയുടെയും കഥ ആലോചിച്ച നല്ലതാണ്. തമ്മിൽ ഒന്നിച്ചിരിക്കുമ്പോൾ വിജയിക്കുന്നത് പോലെ തന്നെ തമ്മിൽ പിരിഞ്ഞാലും ഒറ്റയ്ക്കൊറ്റയ്ക്കും വിജയിക്കാനായിട്ട് ഉള്ള അവസരമുണ്ട്. കൊന്ന് തീർത്ത് പക തീർത്ത് ജീവിക്കാനുള്ളതല്ല ജീവിതം എന്നുള്ളതാണ് ഹീറോ ഹോണ്ട നമ്മളെ പഠിപ്പിച്ച കാര്യം.